കംഫർട്ട് മൈ പീപ്പിൾ. എൻ്റെ ജനതയെ ആശ്വസിപ്പിക്കാം. ദൈവം ആശ്വാസദായകനാണ്. ക്രിസ്തു എന്ന പേര് പറയുന്നിടത്ത് സമാധാനം കടന്നു വരണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലെ ജീവൻ യേശു ക്രിസ്തു തന്നെയാണ്. അവനിൽ ഉറച്ചു നിൽക്കാനുള്ള ബലം സ്വർഗമാണ് നമുക്ക് തരുന്നത്. വി ആർ ദ സിറ്റിസൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സ്വർഗീയ രാജ്യത്തിൻ്റെ മക്കളാണ്. നമ്മുടെ പാസ്പോർട്ട് സ്വർഗീയ പാസ്പോർട്ടാണ്. വി ആർ ഏലിയൻസ് ഹിയർ. അതായത് നമുക്ക് ഒരു പ്രവാസ ജീവിതമാണ്. ഇപ്പോൾ അബ്രഹാം പോലും ഫറോൻ്റെ മുമ്പിൽ നിൽക്കുമ്പം പറയുന്നു, എനിക്ക് 137 വയസ്സുണ്ട്, ഞാനൊരു പ്രവാസ ജീവിതമാണ് നയിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈജിപ്തിലൊക്കെ പോയേച്ച് വരുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ ഈജിപ്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊച്ചിലേക്ക് ചെറുപ്പത്തിലൊക്കെ ഈജിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അത് പോയി കാണണം, അവിടെയുള്ളതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഈജിപ്തിൽ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി നോട്ട് ചെയ്ത ഒരു കാര്യം, അവർ മരിക്കുന്ന ഉടനെ, രാജാവ് മരിക്കുന്നതിന് രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാരെയും അവർ യാത്ര ചെയ്യേണ്ട ഒരു വലിയ വള്ളം ഉണ്ടാക്കി വെക്കും അവർ. അതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിനകത്ത് തുഴയേണ്ട ആളുകളെയും പിന്നെ രാജാവിന് ഭക്ഷിക്കേണ്ട കാര്യങ്ങൾ അവരുടെ എല്ലാ സാധനവും അടുക്കി വെച്ചിട്ടാണ് ഈ പിരമിഡ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഈ രാജാവിനെ ബറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടക്കുമ്പം ഈ കൂടെ നിൽക്കുന്ന ജോലിക്കാരെല്ലാം അവിടെ മരിക്കുകയാണ്. ബിക്കോസ് ആഫ്റ്റർ ലൈഫിൽ ഇവർക്ക് ആവശ്യമുണ്ടല്ലോ ആളുകളെ. ആഫ്റ്റർ ലൈഫിൽ ഇവർക്ക് നൈൽ റിവർ വേറൊരു നദിയിൽ കൂടെ യാത്ര ചെയ്യാൻ ബോട്ട് വേണ്ടേ? അവിടെ എല്ലാവരും ഒരുക്കി വെച്ചിട്ട് മരിക്കുകയാണ്. ബിക്കോസ് അവരുടെ വിചാരം ഇവിടെ ഒരുക്കി വെക്കുന്നതാണ് മരിച്ചു കഴിയുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന്. അത് അവരുടെ വിശ്വാസമാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, അവരുടെ വള്ളം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഇരുന്നവരുടെ എല്ലാം അസ്ഥി മാത്രം ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും ആ രാജാവിന് ഉപയോഗിക്കാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ഉപയോഗിച്ചില്ല. ഇപ്പോഴും നമ്മൾ പോയി കാണുന്ന അതൊക്കെ തന്നെ. മമ്മിഫൈ ചെയ്തിട്ട് ഈ ശരീരം പ്രയോജനപ്പെടുന്ന വിചാരിച്ച് അവർ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴും അത് മമ്മിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മക്കൾക്ക് നമ്മളൊരു പ്രവാസി ജീവികളാണ് എങ്കിൽ, നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേർന്നതാണ് എങ്കിൽ, ഈ ഒരു ചെറിയ ലോക ജീവിതത്തിൽ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് തിരിച്ചു പോകുന്ന എത്ര ഭാഗ്യപദവി. ഒന്നും പ്രിപ്പയർ ചെയ്യാനില്ല നമുക്ക്. ജസ്റ്റ് ബി അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഈ വചനം കടന്നു വരുന്നത്. കംഫർട്ട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യങ്ങളുണ്ട്, പക്ഷെ അവൻ ചെയ്യാൻ വിശ്വസ്തനല്ലേ? എന്തെങ്കിലും കൊണ്ടാണോ നമ്മൾ വന്നത്? ഇത്രയും നാൾ നമ്മളെ നടത്തിയെങ്കിൽ ഇനിയും അവൻ നടത്താൻ വിശ്വസ്തൻ തന്നെ. യെശയ്യാ 40, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവമാ പറയുന്നത്. ആശ്വാസ വാക്ക് പറയാൻ ഒരു കൃപ നമുക്ക് വരണം. ഈ യെശയ്യാ 50 വാക്യമുണ്ട്, ഈ ശിഷ്യന്മാരുടെ നാവ് ഞാൻ നിനക്ക് തന്നെ. ചോദിച്ചു വാങ്ങിക്കണം, അല്ലാതെ ഒരു ആശ്വാസം ഉണ്ടാകത്തില്ല. ഇത് ചോദിച്ച് പഠിച്ചു വാങ്ങിക്കണം. 50 ഇങ്ങനെയാണ് പറയുന്നത്, 50:4, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ. പണം കൊണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, സഹായം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം കത്തിരിക്കുന്നവർക്ക് പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറിച്ചിട്ടുമില്ല. എന്തിനാ ക്രിസ്തു നമുക്ക് വേണ്ടി ഈ കഷ്ടമൊക്കെ അനുഭവിച്ചത്? നിത്യമായ ദൈവത്തിൻ്റെ ജീവനെ പകരാൻ. അതിനെന്ത് വില കൊടുക്കും? അതിനെന്ത് പ്രൈസ് നമ്മൾ കൊടുക്കും? അത് അറിയാൻ കിട്ടിയ ഭാഗ്യ പദവിക്ക്, ആ വലിയ പദവി പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണമുള്ള കൃപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദൈവം നിൻ്റെ ഈ വലിയ ശക്തമായ സ്നേഹം, കരുതലെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും വലിയ കാര്യങ്ങൾ നേടുന്നതിലാണ്. കർത്താവ് വലുതൊട്ട് ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ഒരു കാര്യങ്ങൾ ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചില ദിവസങ്ങൾ വിചാരിക്കും നമ്മൾക്ക് ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ തോന്നുന്നില്ല. നമ്മൾ ചുമ്മാ ദൈവത്തിൻ്റെ മക്കളോടാണേ സംസാരിക്കുന്നത്. ഉച്ചയാകുമ്പോൾ ആരെങ്കിലും ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരും. നമ്മൾ ഉദ്ദേശിച്ച അതേ സാധനം കൊണ്ട് വീട്ടിൽ വരുന്നത് കാണാം.
ഞാൻ പലപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് അവരറിഞ്ഞത്. എക്സാമ്പിൾ, ഈസ്റ്ററിൻ്റെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഇപ്പോൾ ഉള്ളൂ, മക്കളെല്ലാം പുറത്താണ്. പിന്നെ ഒരു മോനുണ്ട് കോഴിക്കോടാണ്, ഇടയ്ക്കെങ്ങാനും വരും, അവന് ബിസി ആയതുകൊണ്ട് വരാറില്ല. അപ്പോൾ പിന്നെ ആരും വരാനില്ല, എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ ചേരുന്ന ഒരു ദിവസം. ഞാനൊന്നും ചെയ്യാൻ പോയില്ല. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു, ആൻറ്റി അവിടെ കഴിക്കാതെ ഇരിക്കുകയാണ്, ഞാനിത് കൊണ്ട് കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊണ്ടു തന്നു. ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ദൈവസന്നിധിയിൽ അത് ബലപ്പെട്ടതാണ്. ഇതാണ് നമ്മൾ ഒത്തിരി പണം കിട്ടിയിട്ട് നന്മ ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട, അത് സംഭവിക്കത്തില്ല. മോർ മണി യു മേക്ക് യു ബിക്കം മോർ സെൽഫിഷ്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവരോട് പറയുകയാണ്, ആശ്വസിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കണം. ആശ്വസിപ്പിപ്പീൻ എന്നെ ആശ്വസിപ്പീൻ, എന്ന് നിങ്ങളുടെ ദൈവം യെരൂശലേമിനോട് കർത്താവ് അരുളി ചെയ്യാണ്. ആദരവോടെ സംസാരിക്കുക. അവളുടെ യുദ്ധസേവ കഴിഞ്ഞവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ തൻ്റെ സകല പാപങ്ങൾക്കും ഇരട്ടിയായിട്ട് യാക്കോബയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അവളെ കുറ്റം പറയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. കഴിഞ്ഞത് ബെറി ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ബലഹീനതകൾ ഓർത്ത് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ തന്നെയുള്ള കഴിഞ്ഞ ദിവസം, ഇന്നലത്തെ പ്രയർ, നമ്മളിപ്പോൾ 3 ദിവസത്തെ, എല്ലാ മാസത്തിലും 3 ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് പ്രെയർ ചെയ്യും. ഈ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ഉദ്ദേശം ടെലിഫോണിക് പ്രെയറാണ്. നമ്മളിലെ ജഡം ക്രൂസിഫൈ, അന്യയിലുള്ള ജഡത്തിനെ ക്രൂസിഫൈ ചെയ്യാൻ മാത്രമായിട്ട് എല്ലാ മാസവും 3 ദിവസം ഞങ്ങൾ ഉപവസിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് അവരവരായിരുന്നു, ചില കാര്യങ്ങളിൽ അങ്ങോട്ട് ഹേർട്ടായിട്ട് ദൈവം പറഞ്ഞ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാൻ ഒക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ സ്ട്രഗിള്. വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പം പറഞ്ഞവൻ വിട്ടുകൊടുക്കാൻ ദൈവമാണ് പറഞ്ഞെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുന്നു. അത് എക്സാമ്പിൾ എടുക്കുന്നത്, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ രാവിലെ തോറും നമ്മൾ വൈകിട്ട് വരെ നമ്മൾ വേദനിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിനക്ക് പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം, ഒരു കാര്യം ചെയ്യേ, രാവിലെ 5 മിനിറ്റ് നിൻ്റെ വിഷമം എല്ലാം അങ്ങ് പറഞ്ഞു തീർത്തേക്കണം, പിന്നെ അന്ന് വൈകിട്ട് വരെ ആ വിഷയങ്ങളൊന്നും എടുത്തേക്കരുത്. അതൊരു നല്ല എക്സാമ്പിളല്ലേ? ദൈവത്തിന് മുമ്പിൽ എല്ലാ വിഷമം പറഞ്ഞങ്ങ് തീർക്കുക. അവൻ കൂട്ടുകാരനെ പോലെ, ദൈവത്തെ പോലെ, സഹോദരനെ പോലെ കേട്ട് കഴിഞ്ഞു. പിന്നെ അന്ന് രാത്രി വരെ ആ ഒരു വിഷയങ്ങളൊന്നും എടുത്തേക്കല്ലേ, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുക. അപ്പോൾ അന്നേക്കുള്ള ഭാരങ്ങളുണ്ട്, നാളെക്കുറിച്ച് വേദനിക്കേണ്ട. കർത്താവ് ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കാൻ, ആശ്വസിക്കുക. കർത്താവ് പറയുന്നത് കേട്ടോ, വിളിച്ചു പറയാം, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവിൻ. കർത്താവിന് വേണ്ടി വഴി നിരപ്പാക്കുന്ന ജോലിയാണ്. അപ്പോൾ ഈ വചനം അയക്കുന്ന അതിന് തന്നെയാണ്. അപ്പോൾ ഈ വചനം പലരുടെ ഹൃദയങ്ങളിൽ വന്ന് കൊള്ളുമ്പം വഴി ദൈവം വെട്ടി തുറക്കുകയാണ്. ഞാൻ ഈ ആത്മാവിൽ കാണുന്നതാണ്, ഈ വചനം ആരുടെ ഹൃദയത്തിൽ വന്ന് സ്വീകരിക്കുന്നുവോ അവിടെ ദൈവദൂതന്മാർ വന്ന് അവിടെയുള്ള മുള്ളും പറക്കാരെ മറിച്ച്, ഇങ്ങനെ നമ്മൾ കാണത്തില്ലേ, തൂത്തിങ്ങനെ മാറ്റുന്നത് പോലെ മാറ്റിത്തരും. ഫ്ലോറിഡയിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും അവധിക്ക് ഫ്ലോറിഡയിലാണ് പോകുന്നത്, എൻ്റെ മോൾ അവിടെ ആയതുകൊണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ബീച്ചാണ് സരസോട്ട ബീച്ച്. ലോകത്തിലേക്ക് നമ്പർ 1 ബീച്ചാണ്. ഒത്തിരി മനോഹര. രാവിലെയും വൈകിട്ടും ഈ ബീച്ച് നല്ല പുട്ടിൻ്റെ പൊടി പോലെയാണ് അവിടുത്തെ മണൽ. ചവിട്ടിയാലും അതേ ഫീലിംഗാണ്. പക്ഷെ രാവിലെയും വൈകിട്ടും ഒരു വലിയ ലോറി പോലെ ഒരെണ്ണം വന്നു വെച്ചാൽ അതിൻ്റെ പുറകിൽ ചൂല് പോലെ ഒരു സാധനമുണ്ട്. അത് മുഴുവൻ അതിലൂടെ തൂത്ത് മുഴുവൻ മണ്ണിൻ്റെ മേളിലുള്ള കടലാസുകളെ, കുപ്പിച്ചില്ല, എന്താണെന്നറിയത്തില്ല, എല്ലാ സാധനവും മാറ്റുന്നത് കാണാം. പിന്നെ ഏത് കുട്ടിക്കും, നമ്മൾ ആരും അവിടെ ചെരുപ്പിട്ട് നടക്കത്തില്ല. അവിടെ ചെന്ന് ആദ്യം ചെയ്യുന്ന ചെരുപ്പ് ഊരുകയാണ്. നമ്മൾ ഇവിടുത്തെ ബീച്ചിൽ ചെരുപ്പിട്ടാലും നമ്മുടെ കാലിൽ കയറും. എന്താ വഴി നിരപ്പാക്കുവേൻ, വെട്ടി നിരപ്പാക്കുവേൻ, ചെയ്തു കൊടുക്കുക. ഞാൻ കോഴിക്കോട് താമസിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടുത്തെ ബീച്ച് ഒത്തിരി ഭംഗിയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയം ഞങ്ങൾ രണ്ടും ബീച്ച് നടക്കാൻ പോകും. ബീച്ചിൻ്റെ അടുത്തലാണ് താമസിച്ച്. കുപ്പിച്ചില്ലും അഴുക്കും കൊണ്ട് അതിൽ നടക്കാനൊക്കത്തില്ല. എപ്പോഴും 2 ബാഗ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഈ കുപ്പിച്ചില്ലും സാധനങ്ങളും എല്ലാം പെറുക്കി കൂട്ടി വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സൈഡിൽ മാറ്റി വെക്കും. അതിനോട് പലരും ചോദിച്ചു, എന്ത് ഗുണം, എത്രയൊന്നും കണ്ടാ മാറ്റുന്നതെന്ന്. ശരിയാണ്, എന്ത് ഗുണം, എന്തുകൊണ്ട് മാറ്റാൻ? പക്ഷെ നമ്മൾ ആർക്കെങ്കിലും പ്രയോജനം നമ്മുടെ കാലിലും കൊള്ളേണ്ട മറ്റു ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചു? ഞാൻ ഓർക്കുന്നുണ്ട്, ആ വർഷം
അവിടെയുള്ള ലെഫ്റ്റനൻറ്റ് കേണൽ ഈ കുഞ്ഞുങ്ങളുടെ NCC അവർ അറേഞ്ച് ചെയ്തപ്പം ആ വർഷത്തെ NCCയുടെ പിള്ളേരുടെ എക്സസൈസ് ഇതായിരുന്നു, കോഴിക്കോട് ബീച്ച് മുഴുവനും ക്ലീൻ ചെയ്യുക. ഒരാൾ തുടങ്ങി, എത്ര പേര് ഏറ്റെടുത്തു? 1 person can make a big difference. ആശ്വസിപ്പിക്കുന്ന ഹൃദയം ഉണ്ടാകട്ടെ. ദൈവത്തിന് വഴി വെട്ടി തുറന്നു കൊടുക്കുക. എല്ലാ താഴ്വരയും നേലും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വാകും, ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ട ദൈവവചനമാണ് ഈ കാലയളവിൽ. കാരണം സ്ഥിരമായിട്ടൊന്നുമില്ല, അസ്ഥിരതയാണ്, എല്ലാം ചേഞ്ച് ഓവർ ചെയ്യാണ്. കഴിഞ്ഞൊരു 50 years കൊണ്ട് ചേഞ്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇവിടുന്ന് അമേരിക്കയല്ല പോയിട്ട് ചന്ദ്രനിൽ പോയിരുന്നാലും വിതിൻ നോ സെക്കൻഡ്സ് വി ക്യാൻ സ്പീക്ക്. നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു ദിവസം മുഴുവനും വെയിറ്റ് ചെയ്യണം ടെലിഫോൺ കണക്ഷൻ. അതന്ന് എക്സ്ചേഞ്ച് നിൽക്കുന്ന ആൾ അവർക്ക് മനസ്സ് തോന്നി ഇത് കണക്ട് ചെയ്ത് തരാൻ ഒരു ദിവസം മിണ്ടാനൊക്കെ എന്ത് പാടാം. അന്ന് നമ്മൾ ജീവിച്ചില്ലേ. ഇന്ന് ദിനംപ്രതി നിമിഷത്തിനകം ടെലിഫോൺ വിളിക്കാനും കാശ് കൊടുക്കാതെ വിളിക്കാനും സൗകര്യം ഉണ്ടായിട്ടും മനുഷ്യ സ്നേഹം കൂടുകയല്ല, വാശിയും വൈരാഗ്യവും മാറിപ്പോകട്ടെ. കർത്താവ് പറയുന്നത് എന്തുവാണ്? എൻ്റെ വചനം എന്നും നിലനിൽക്കും. സുവാർത്ത ദൂതിയായി സിയോൻ എന്നീ ഉയർന്ന പർവ്വതങ്ങളിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായി യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തട്ടെ, ഭയപ്പെടാതെ ഉയർത്തുക. ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. അത് പറയാൻ ഒരാൾ മതി, നമ്മുടെ ആരുടെ മിടുക്കൊണ്ടൊന്നും അല്ല. തന്നിരിക്കുന്ന ശ്വാസം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എല്ലാ വ്യക്തികൾക്കും ഒരു ജോലിയുണ്ട്. എത്രയോ സൗകര്യമുള്ള ഭവനങ്ങളിൽ എന്തെല്ലാം ദൈവാനുഗ്രഹം തന്നിട്ട് ഒന്നും ചെയ്യാതെ സമയം കളയുന്നവരില്ലേ? അവർ ചോദിക്കും, അവർ ബിസിയാണ്. എന്താ ലോകപ്രകാരമായ കാരണം ശാശ്വതമായ അനുഗ്രഹങ്ങളെ അനുഭവിച്ചിട്ട് അത് പറയാനറിയാൻ വയ്യാത്തവണ്ണം നാവിനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശ്വാസം വരുമ്പോൾ ദൈവത്തിന് വേണ്ടി പറയാൻ തീർത്തും നമ്മുടെ നാവുകളെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ്? ഇതാ യഹോവയെ കർത്താവ് ബലശാലിയായി വരുന്നു. നമ്മൾ പറയണം, ഇതാ അവൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ട്. കർത്താവ് ഞാൻ കൈ നീട്ടിയ യേശുവാണ് കൈ നീട്ടുന്നത്, അല്ല എനിക്കെന്ത് ബലം. നമ്മളൊരു മനുഷ്യൻ ഒരു പൈപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പാത്രം പോലെ ദൈവം ഉപയോഗിക്കുന്നു. പക്ഷെ ദൈവമാണ് ഇതിൽ കൂടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് സംഭവിക്കും. അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യും. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. എന്താ വേണം? ഇടയനെ പോലെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഒരു ദൈവം. കുഞ്ഞാടുകളെ ഭുജത്തിലെടുക്കും, മാർവിടത്തിൽ ചേർത്ത് വഹിച്ച് തള്ളയാടുകളെ പതുക്കെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ആശ്വസിക്കേ, ദൈവം പറയും ആശ്വസിക്കേ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. പലപ്പോഴും ഈ TV കൂടെ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത് തീരെ പ്രയാസമുള്ളത്, നല്ല പ്രയാസമുള്ളവരെന്നെ വിളിക്കും. ഞാൻ നോട്ടീസ് ദാറ്റ് അവരോട് ഒരു വാക്യം പറഞ്ഞാൽ അവരത് സ്വീകരിക്കും. ഞാൻ ചോദിക്കും എപ്പോഴും എന്താ എപ്പോഴും വിളിക്കുന്നതെന്ന്. ഒരു വാക്ക് കേട്ടാൽ മതി, മാഡം പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രശ്നം പരിഹരിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് ഓൾ ദേ നീഡ്. എല്ലാവർക്കും ഇത് ചെയ്യരുതോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കരുതുന്നവരാകാമെങ്കിൽ സ്വർഗരാജ്യം നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. എനിക്ക് പരിഹരിക്കാൻ വയ്യാത്തത് വേറൊരാൾക്കായിരിക്കും പരിഹരിക്കാവുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാവുന്നതുണ്ട്. ആ വാക്യങ്ങൾ വെച്ച് ആശ്വസിപ്പിക്കാൻ, വാക്യങ്ങളുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ദൈവം ഇവിടെ പറയുന്നുണ്ട്. അത് കഴിയുമ്പം പ്രവൃത്തി വരും. കാരണം ദൈവം എക്യുപ്പ് ചെയ്യും. അതായത് ദൈവത്തിൻ്റെ വിശ്വസ്തത. ആ വിശ്വസ്തത നമുക്ക് തലമുറയായിട്ട് ദൈവം തന്നിരിക്കുക, എടുത്തുപയോഗിക്കുക. നാഥ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ് ആശ്വസിപ്പിക്കുന്ന വചനം. എത്ര ഭംഗിയായിട്ട് യെശയ്യാ 40 എഴുതി വെച്ചിരിക്കുന്നത്. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ അപ്പച്ചന് കെട്ടിപ്പിടിച്ച് കൊച്ചുമക്കളെ മടിയിലിരുത്തിയിരിക്കുന്നു. ആൺമക്കളെയും പെൺമക്കളെയും അപ്പച്ചൻ്റെ ചിറകിനല്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുവരുന്നു. തള്ളയാടുകളെ അപ്പച്ചൻ വലതുവശത്ത് നിർത്തിക്കൊണ്ടുവരുന്നു. പിതാക്കന്മാരെ കർത്താവിൻ്റെ ശാശ്വതമായ ഭുജത്തിനകത്ത് കർത്താവിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് കൊണ്ടുവരുന്നു. ഇതൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഈ ഭൂമിയിൽ എന്ത് ഭാരപ്പെടാനാണ്? ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എന്നുള്ള ഒരു ബോധം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇട്ട് തരണം.
അതുകൊണ്ടാണല്ലോ ഹേ മരണമേ നിൻ്റെ ജയം എന്തെന്ന്, വിജയം എവിടെയെന്ന് പൗലോസ് ചോദിച്ചത് നിന്നോടുള്ള അടുപ്പം കൊണ്ടാണ്. യോഹന്നാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ കൂടെ നിന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമൊക്കെ മാറിപ്പോകുന്നു. ദൈവമേ, ആ വിശുദ്ധ സ്നേഹം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇട്ട് തരണം. പെർഫെക്റ്റായിട്ട് ഒന്നും ഈ ഭൂമിയിൽ ഇല്ല കർത്താവേ, ഈ ഭൂമിയിൽ ജീവിക്കും. ബിക്കോസ് ഇതൊരു പാപലോകമാണ്. പക്ഷെ പെർഫെക്ഷൻ നിന്നിലാണുള്ളത്. അതുകൊണ്ട് നിന്നിൽ ഞങ്ങൾ മറയട്ടെ. ഞങ്ങളുടെ ബലഹീനതകൾ അതിൽ മറയട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബലഹീനതകൾ. ഈ വേദപുസ്തകത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ബലഹീനതകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ അവയെല്ലാം പരിഹരിച്ച് ദൈവത്തിൻ്റെ കിരീടങ്ങൾ, ജീവകിരീടം, വാടാത്ത കിരീടം, തങ്കത്തിൻ്റെ കിരീടം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കിരീടമൊക്കെ വെച്ച് കൊടുത്ത് ആ ദൈവത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അത് ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും കുറവുകളെയും ക്ഷമിച്ച് നിൻ്റെ വലിയ നിത്യപ്രകാശം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആശ്വസിപ്പിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുക. ഞങ്ങൾ തന്നെ ആശ്വസിക്കട്ടെ. പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഓടി വന്നതിന് നന്ദി. നിന്നെ മഹത്വീകരിക്കാൻ, സാങ്ക്ടിഫൈ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.